പത്താം ക്ലാസ് കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയുടെ ഈ ഭാഗം അവസാനിപ്പിച്ചത് ബോർ ആറ്റം മാതൃക വെച്ചിട്ടാണ്. അതായത് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളെ ആ ആറ്റത്തിനുള്ളിൽ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഇലക്ട്രോൺസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അതാണ് എൻ്റെ. അതായത് നമുക്കറിയാം ആറ്റത്തിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് 3 കണങ്ങളാണ്, 3 സബാറ്റമിക് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതാണ് പ്രധാനപ്പെട്ട സബാറ്റമിക് പാർട്ടിക്കിൾസ്. ഇതില് പ്രോട്ടോണും ന്യൂട്രോണും എവിടെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, സ്ഥിരമായൊരു പൊസിഷൻ ഉണ്ട്. എന്നാൽ ഇലക്ട്രോണുകൾക്ക് ഒരു സ്ഥിരമായ ലൊക്കേഷൻ ഇല്ല. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയത് ഈ ഇലക്ട്രോണിൻ്റെ സ്ഥാനം എങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. കാരണം എന്താ, ഇലക്ട്രോണുകൾക്ക് കൃത്യമായ സ്ഥാനമില്ല. പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും ഈ ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് protons and neutrons are located in nucleus. എന്നാൽ ഇലക്ട്രോണുകൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ആദ്യഘട്ടത്തിൽ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായിരുന്നു. അതിന് ഉത്തരം കണ്ടെത്താനുള്ള കുറേ ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ട് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക, സൗരയൂഥത്തിൻ്റെ മാതൃകയിലുള്ള ഒരു സാധനമാണ് ഈ ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ദ ആറ്റംസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നൊക്കെ റൂദർഫോർഡിൻ്റെ ഒരു ആറ്റം മാതൃകയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് അത് മുഴുവനും ശരിയല്ല, കുറേയും കൂടി കൃത്യമായ ഇലക്ട്രോൺ വിതരണ സംവിധാനമുള്ള ഘടന ഏതിൻ്റെയാണ്, നീൽസ് ബോറിൻ്റെയാണ് എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പം തന്നെ നമ്മൾ മാഷ് പറഞ്ഞിരുന്നു ഇത് പൂർണ്ണമല്ല. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയിലും കുറേ ഡിഫക്ട്സുകളുണ്ട്, കുറേ ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ആറ്റം മാതൃകയാണ്, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, ഒരു ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സൂക്ഷ്മങ്ങളായ ആറ്റങ്ങളാലാണ്. All the matters are made with the smallest particles known as atom. അതാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ മാറ്റേഴ്സും ആറ്റങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാറ്റേഴ്സും മോളിക്യൂൾസിനെ കൊണ്ട്, മോളിക്യൂൾസുകൾ ആറ്റങ്ങളെ കൊണ്ട്, ആറ്റങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ സബാറ്റമിക് പാർട്ടിക്കിൾസും ഉണ്ട്.
അപ്പൊ ആറ്റം എന്നുള്ള വാക്കിന് അത് കണ്ടുപിടിച്ച കാലത്ത് തന്നെ ഒരു ലാറ്റിൻ വാക്കാണ് ആറ്റം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഇൻഡിവിസിബിൾ എന്നാണ്, എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തത്. പിന്നീട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ആറ്റത്തെ വിഭജിക്കാമെന്നും ആറ്റത്തെ വിഭജിച്ചാൽ വലിയ തോതിലുള്ള എനർജിയെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. പക്ഷെ ആ ആറ്റം എന്നുള്ള ആ കോൺസെപ്റ്റ് മോഡേൺ സയൻസിൽ ഉണ്ടായ കാലഘട്ടത്തിൽ ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രലോകം അന്ന് കരുതിയിരുന്നത്. ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഇതര ഏർപ്പാടുകളിൽ നിന്നൊക്കെ ശാസ്ത്രത്തെ വ്യത്യസ്തമാക്കുന്നത്, ശാസ്ത്രം സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും മോഡിഫിക്കേഷന് വിധേയമായിട്ടാണ്. നമ്മൾ ഇന്ന് അതായത് ശാസ്ത്രത്തില് സയൻസില് ശാശ്വതമായൊരു സത്യം എന്നില്ല. ഇപ്പൊ സത്യം ഇതാണ്. അതായത് റൂദർഫോർഡിന്റെ ആറ്റം മാതൃക കണ്ടുപിടിച്ചിരുന്ന കാലത്ത് അതായിരുന്നു സത്യം. അത് കഴിഞ്ഞ് നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ കണ്ടുപിടിച്ചതോടുകൂടി റൂദർഫോർഡിന്റെ ആറ്റം മോഡല് അത്ര ശരിയല്ലാതെ വന്നു. അത് അഡ്മിറ്റ് ചെയ്യാൻ സയൻസിന് യാതൊരു വിഷമവും ഇല്ല. അത് കഴിഞ്ഞ് ബോറിന്റെ ആറ്റം മാതൃക ഡെവലപ്പ് ചെയ്ത് ആധുനിക മോഡേൺ ആറ്റമിക് സ്ട്രക്ചറായി വന്നപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും ശാസ്ത്രലോകത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോ വീണ്ടും പറയുകയാണ്, ആറ്റത്തിലെ എന്തുണ്ട്? പ്രോട്ടോണുകള്, ന്യൂട്രോണുകള്, ഇലക്ട്രോണുകൾ. പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും എന്തില്ല? പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. അപ്പൊ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകൾക്കും ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾക്കും എന്തുണ്ട്? ചാർജ് ഉണ്ട്. എന്നാൽ ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റംസ് ആർ ന്യൂട്രൽ. അതെങ്ങനെയാ വരുന്നത്? ആറ്റംസ് എങ്ങനെയാ ന്യൂട്രൽ ആവുന്നത്? ആറ്റത്തിലുള്ള പ്രോട്ടോണുകൾക്ക് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ചാർജ് ഉണ്ട്. പക്ഷേ ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അത് നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് ഏതൊരു വിഷയവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, എന്തുകൊണ്ട് ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ മനസ്സിലൊരു ചോദ്യം അപ്പം അങ്ങനെ ഉയർന്നു വരണം. അതായത് ആറ്റത്തിലടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, ആറ്റത്തിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പക്ഷേ ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നണം, എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തോന്നിയാലാണ് നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഒരു സയൻസ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചോദ്യം വൈ എന്നാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ മാഷ് പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് വരികയാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ചാർജ് ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിനും ഇലക്ട്രോണിനും ചാർജ് ഉണ്ടായിട്ടും ആറ്റത്തിന് ചാർജ് ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ്. അതുകൊണ്ടാണ്. അതായത് സോഡിയം എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ ആറ്റം എടുക്കുക. സോഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 11, പ്രോട്ടോണുകളുടെ എണ്ണവും 11. ഇലക്ട്രോണുകളുടെ ചാർജ് മൈനസ്, പ്രോട്ടോണുകളുടെ ചാർജ് പ്ലസ്. അപ്പൊ 11 പ്ലസ് 11 മൈനസ്, 11 പ്ലസും 11 മൈനസും കൂടിയാൽ 0 ആണ് എന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള. ഈ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെ ഇങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സയൻസ് തന്നെയാണ്. മാത്സും ഒരു സയൻസ് തന്നെയാണ്. ഇതൊക്കെ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോ ആറ്റത്തിന് ചാർജ് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി. എന്താ? ഏതൊരു ആറ്റത്തിലും എത്ര പ്രോട്ടോണുകളുണ്ടോ അത്രയും ഇലക്ട്രോണുകളുണ്ട്, എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്.
അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തുല്യമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന, പ്രോട്ടോണുകളുടെ എണ്ണത്തെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ എന്ന് പറയുക, അറ്റോമിക സംഖ്യ. അപ്പൊ അറ്റോമിക് നമ്പർ ഓഫ് എൻ ആറ്റം ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് എന്ത്, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. ഈ നേരത്തെ ഞാൻ പറഞ്ഞു പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? അത് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് in a particular area. That area is known as nucleus of the atom. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എന്ത് ചെയ്തിരിക്കുന്നു? കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇലക്ട്രോണുകളോ? ആ ഇലക്ട്രോണുകളെ ക്രമീകരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ബോർ ആറ്റം മാതൃക വെച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. ബോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇലക്ട്രോണുകളൊക്കെ ഈ ആറ്റത്തിന് ചുറ്റും വ്യത്യസ്തങ്ങളായ ഊർജ മേഖലകളുണ്ട്, ഡിഫറൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. അതായത് ആറ്റത്തിന് ചുറ്റുമുള്ള എല്ലാ ഇടങ്ങളും ഒരേ എനർജി ഉള്ള മേഖലകളല്ല. ആറ്റത്തിന് ചുറ്റും, ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന് ചുറ്റും വ്യത്യസ്തങ്ങളായ ഊർജ മേഖലകൾ, ഡിഫറൻറ്റ് എനർജി ലെവൽസ്. എന്ന് മാത്രമല്ല, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള മേഖലകൾ എന്താ? തൊട്ടടുത്തുള്ള മേഖല ഏറ്റവും കുറഞ്ഞ ഊർജനിലയുള്ള മേഖലയാണ്. അതായത് ലോവസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് പോകും തോറും എനർജി ഇങ്ങനെ കൂടി വരും. അതിന് അങ്ങനെയുള്ള ഒന്നാമത്തെ ഊർജ്ജനില, അങ്ങനെ പേര് കൊടുത്തു. ഒന്നാമത്തെ ഊർജ്ജനിലയ്ക്ക് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയിൽ കൊടുത്തിരിക്കുന്നത് കേഷൽ എന്നാണ്. ഒന്നാമത്തെ ഊർജ്ജനില, ഫസ്റ്റ് എനർജി ലെവൽ, അതാണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജനിലയുള്ള മേഖല. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഊർജ്ജനിലയുള്ള മേഖല ഒന്നാമത്തെ ഷെല്ലാണ്. അതിന് എന്ത് പേര് കൊടുത്തു? കേഷൽ എന്ന് പേര് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ ഊർജ്ജനിലയുള്ള ഒരു ഏരിയ, അതിനെയാണ് രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത്. അതിന് എൽ ഷെൽ എന്ന് പേര് കൊടുത്തു. അത് കഴിഞ്ഞ് മൂന്നാമത്തത് എം ഷെൽ എന്ന് പേര് കൊടുത്തു. നാലാമത്തത് എൻ ഷെൽ എന്ന് പേര് കൊടുത്തു. ഇതാണ് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. അതായത് ആറ്റത്തിന്റെ എല്ലായിടത്തും ഒരേ എനർജി അല്ല ഉള്ളത്, ഡിഫറെന്റ് എനർജി ലെവൽസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ ഏറ്റവും കുറവ് ഊർജമുള്ള മേഖലയാണ് എന്ത്? ഒന്നാമത്തെ ഷെൽ, കേഷൽ. കേഷൽ എന്ന് പറയും. അതിന് പേര് കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഇതും കൂടി ഓർക്കുന്നത് നമുക്ക് അടുത്തുള്ള പഠനത്തിന് എളുപ്പമാണ്. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല്, നാലാമത്തെ ഷെല്ല് എൻ ഷെൽ. ബോറിന്റെ ആറ്റം മാതൃകയിൽ നമ്മൾ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഓരോ ഷെല്ലുകളിലും ഉണ്ടാകാൻ ഇടയുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് എന്നുള്ളത് അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്തു. അതായത് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എ ഷെല്ലിൽ 8 ആണ്, എം ഷെല്ലിൽ 18 ആണ്, എൻ ഷെല്ലിൽ 32 ആണ്. അപ്പോ ഫസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ്, അപ്പൊ ഇതിൽ ജനറൽ ആയിട്ടുള്ള ഫോർമുല ഉണ്ടായിരുന്നു. എന്താണ്? 2n². n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എനർജി ലെവൽ. ഇപ്പൊ ഫസ്റ്റ് എനർജി ലെവൽ ആണെങ്കിൽ n എന്ന് 2 × 1². 1² 1 തന്നെ, 2 × 1 2. സെക്കൻഡ് എനർജി ലെവൽ ആണെങ്കിലോ 2 × അപ്പൊ നമ്പർ ഓഫ് എനർജി ലെവൽ എത്ര? 2 അല്ലേ? അപ്പൊ 2 × 2², 4, 4 × 2 8. മൂന്നാമത്തേലാണെങ്കിലോ 2 × 3². 3² എന്ന് പറഞ്ഞാൽ 9, 9 × 2 18. നാലാമത്തെ ആണെങ്കിൽ 2 × 4², 4² 16, 16 × 2 32. ഇങ്ങനെ ഓരോ ഷെല്ലിലും
ഉണ്ടാകാനിടയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും അദ്ദേഹം കൃത്യമായി കണക്കാക്കി. പക്ഷേ പിന്നെ എന്താ ഇതിന്റെ ഡിഫക്റ്റ്? തന്നെ മതിയാവുന്നില്ലേ? തന്നെ അങ്ങോട്ട് തന്നെ ഇതിലെന്താ കുഴപ്പം? ഇതിലുള്ള കുഴപ്പം എല്ലാ കെമിക്കൽ റിയാക്ഷൻസെയും ഡിഫൈൻ ചെയ്യാൻ, വിശദീകരിക്കാൻ ഏതിന് കഴിഞ്ഞില്ല? ഈ ബോർ ആറ്റം മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. നമുക്ക് വഴിയെ മനസ്സിലാകും. അതായത് എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന ഏർപ്പാടാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും കൊണ്ട് യാതൊരു ശല്യമില്ല. അവരിങ്ങനെ ന്യൂക്ലിയസിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഇടയുള്ളത് എന്താ? വ്യത്യസ്ത ഊർജ്ജ നിലയിലുള്ള ഇലക്ട്രോണുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അവരങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിങ് ആണ് എന്ത്? ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ കെമിക്കൽ റിയാക്ഷൻ, എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയും ചില മൂലകങ്ങളുടെ സ്വഭാവത്തെയും ഈ പറയുന്ന ബോറിന്റെ ആറ്റം മാതൃക വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയുടെ ഡ്രോബാക്ക്, ന്യൂനതകളും അത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇതിലെ പ്രധാനമായിട്ടും മോഡേൺ ഈ പറയുന്ന ഈ മോഡേൺ ആറ്റമിക് സ്ട്രക്ചറിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് സോഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 11 ആണ്. അതായത് atomic number of sodium is 11. The electronic configuration of sodium according to the Bohr atom model is എന്താണ്? 281. കാരണം എന്താ? കെ ഷെല്ലിലെ ആ കൂടി എത്ര പറ്റും? 2 പറ്റും. ആ 2 പോയി. എൽ ഷെല്ലിൽ എത്ര പറ്റും? 8 പറ്റും. അത് പോയി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷെല്ല് അല്ലെ എവിടേക്ക് പോകും? 1ലേക്ക്. അല്ല, മൂന്നാമത്തെ ഷെല്ലിലത്തെ മൂന്നാമത്തെ ഷെല്ലിലേക്ക് ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ പോകും. ഇതാണ് സോഡിയത്തിന്റെ അറ്റോമിക് സ്ട്രക്ചർ. അത് കഴിഞ്ഞ് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19. Atomic number of potassium is equal to 19. What is the electronic configuration of potassium? നോക്കൂ, 2 8 8 1. ഇതന്നെയാണ് ബോർ ആറ്റം മാതൃകയുടെ കുഴപ്പം. എന്താ കാരണം? കെ ഷെല്ലില് 2 ഇലക്ട്രോണ് കുഴപ്പമില്ല. എൽ ഷെല്ലില് 8 ഇലക്ട്രോണ് കുഴപ്പമില്ല. എം ഷെല്ലില് 18 ഇലക്ട്രോൺ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 18-ലെ 8 കഴിഞ്ഞാൽ ബാക്കി അടുത്ത ഷെല്ലിലേക്കാണ് പോണത്. അതെങ്ങനെയാണ് എന്ന് പൂർണ്ണമായും വിശദീകരിക്കാൻ ബോർ ആറ്റം മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ ഷെല്ലിൽ 2, യെസ്, കുഴപ്പമില്ല. രണ്ടാമത്തെ ഷെല്ലിൽ 8, അതും കുഴപ്പമില്ല. മൂന്നാമത്തെ ഷെല്ലിൽ 9 എന്ന് വന്നു വെച്ചാൽ കുഴപ്പമുണ്ടാവുന്നില്ല. പക്ഷെ 9 അല്ല, 8 1 എന്നുള്ളതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോ പൊട്ടാസ്യത്തിന്റെ ബോർ ആറ്റം മോഡൽ അനുസരിച്ചിട്ടാണെങ്കിൽ 2 8 9 1 എന്ന് വന്നാൽ നമുക്കത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1 ആണ് എന്ന് നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞില്ല. അതാണ് അതിന്റെ ഡ്രോബാക്ക്. അപ്പോഴാണ് കുറച്ചുകൂടി വലിയ കോൺസെപ്റ്റിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അതായത് ബോർ ആറ്റം മാതൃകയുടെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ബോർ ആറ്റം മാതൃകയെ പൂർണ്ണമായും നിരാകരിച്ചിട്ടൊന്നുമല്ല, അതിനെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന്റെ മോഡിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ മോഡേൺ ആറ്റമിക് സ്ട്രക്ചർ വരുന്നത്, ആധുനിക ആറ്റം ഘടന വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെന്റ് എനർജി ലെവൽ ഉണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരു തർക്കമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല.
പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, ഡിഫറൻറ്റ് എനർജി ലെവലിൽ തന്നെ വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ഊർജ മേഖലകളുണ്ട്. ഇപ്പോ രണ്ടാമത്തെ ഷെല്ല് 2 ചെറിയ വ്യത്യാസമുള്ള ഊർജ മേഖലകളുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷെല്ല്, അങ്ങനെയുള്ള ഒരു ഷെല്ലിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില ചെറിയ വ്യത്യാസമുള്ള ഊർജ മേഖലകളുണ്ട്, ഊർജ എനർജി ഏരിയകളുണ്ട്. ആ ഊർജ മേഖലകളെ എന്ത് പറയുന്നു? സബ്ഷെൽ എന്ന് പറയുന്നു. ഇനി ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ? ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, ഇതിന്റെ നമ്പർ എത്രയാ? 1 എന്നാണല്ലോ. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, അതിന്റെ നമ്പർ 2 എന്നാണല്ലോ. ഈ നമ്പർ പ്രധാന മെയിൻ ഷെല്ലിന്റെ നമ്പറാണത്. മെയിൻ ഷെല്ലുണ്ട്, ആ മെയിൻ ഷെല്ലുകളിലൊക്കെ തന്നെ സബ് ഷെല്ലുകളുണ്ട്. ഇതാണ് നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ഷെല്ല്, അതിൽ ഒരു ഷെല്ല്, അതായത് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഷെല്ലിന്റെ നമ്പർ എത്രയോ അത്രയും എണ്ണം സബ് ഷെല്ലും ആ മെയിൻ ഷെല്ലിലുണ്ട്. മനസ്സിലായില്ലേ അല്ലെ? എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവും. ഒന്നാമത്തെ ഷെല്ല് അത് 1 എന്നല്ലേ നമ്പർ? അപ്പൊ അതിന്റെ അർത്ഥം അതിൽ ഈ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ 2 അല്ലേ നമ്പർ? അതിൽ എത്ര സബ് ഷെല്ലുണ്ട്? 2 സബ് ഷെല്ലുണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല്, ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര നോക്കി നോക്കൂ? ഒരു സബ് ഷെല്ല്, അതേതാണ്? 1s. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ, അതാണ്. രണ്ടാമത്തെ ഷെല്ലില് എത്ര സബ് ഷെല്ലുണ്ട്? 2 സബ് ഷെല്ലുണ്ട്. അത് എത്രയാണ്? 2s 2p. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല്? 3 സബ് ഷെല്ല്. അത് ഏതൊക്കെ വരിക? 3s 3p 3d. നാലാമത്തെ ഷെല്ലില് 4 സബ് ഷെല്ല്, 4s 4p 4d 4f. എന്താ പറഞ്ഞത്? ഒരു മെയിൻ ഷെല്ലിന് പുറമെ ആ മെയിൻ ഷെല്ലുകളിലൊക്കെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകളുടെ എങ്ങനെയാ നമ്മളെങ്ങനെയാ മനസ്സിലാക്കുക? ഒരു മെയിൻ ഷെല്ലിന്റെ നമ്പർ എത്രയോ അത്രയും സബ് ഷെല്ലുകളാണ് ആ മെയിൻ ഷെല്ലിൽ ഉണ്ടാവുക. അതായത് ഇൻ ദ ഫസ്റ്റ് മെയിൻ ഷെൽ, ഇൻ ദ ഫസ്റ്റ് മെയിൻ എനർജി ലെവൽ, there is only one sub energy level, that was sub shell. In second energy level, or in the second shell, or in the L shell, there is 2 sub shells, 2s and 2p. In third sub shell, there is 3 sub shell, 3s 3p 3d. In the fourth sub shell, 4s 4p 4d and 4f. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന, അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? എസ്, അത് ഏത് എസ് ആയിക്കോട്ടെ, 1s ആയിക്കോട്ടെ, എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണോ അതിന് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ 1s ആണെങ്കിലും 2, രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണെങ്കിലും 2, മൂന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണെങ്കിലും 2, നാലാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണെങ്കിലും എത്രയാണ്? 2. എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. അതിനർത്ഥം എന്താ? 1 ആവാം എന്നാണ്. 2 ആണെന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് പറഞ്ഞാൽ 2 തന്നെ പറ്റുള്ളൂ എന്നില്ല, 1 ആവാം. 2 കൂടുതൽ ഒരിക്കലും പറ്റില്ല. അതാണ് ഈ മാക്സിമം എന്ന് പറഞ്ഞത്. ഇനി നോക്കിയോ പിയോ, പിയിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന, അപ്പൊ എസിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്നത് 2, പിയിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്നത് 6, ഡിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് 10, എഫിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് 14. ഇനി നോക്കൂ, അപ്പൊ നോക്കിയോ, അപ്പൊ എസിൽ പിയിൽ എത്ര പറ്റും?
6 പറ്റും. ഇവിടുത്തെ പിയിലും 6, ഇവിടുത്തെ പിയിലും 6. ഡി എത്ര പറ്റും? 10. ഇവിടുത്തെ ഡിയിലും 10. എഫിൽ എത്രയാ? 14. ഇനി നമ്മൾ നോക്കൂ, ഒന്നാമത്തെ ഷെല്ലിൽ കെ ഷെല്ലിൽ ആകെ എത്ര ഇലക്ട്രോൺ പറ്റും? കൂടി ഒരു സബ് ഷെൽ, അതേതാ? 1s. അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 2. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല്? 2 സബ് ഷെല്ല്. 1 2s 2p. 2s ആണെങ്കിൽ 2, 2p ആണെങ്കിൽ 6, 2 മാറും 8. മൂന്നാമത്തെ ഷെല്ല് 3 സബ് ഷെല്ലുണ്ട്. 2 മാറും 8, 8 10 18. ഇവിടെ എത്രയാ? 32. ഇത് തന്നെയല്ലേ ബോറിന്റെ ആറ്റം മാതൃകയിലും പറഞ്ഞിരുന്നത്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. അപ്പൊ അവിടെ ബോർ ആറ്റം മാതൃകയിൽ പറഞ്ഞത് അപ്പടി തെറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല കണക്കാക്കേണ്ടത്. അതിന്റെ മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ മോഡേൺ ആറ്റമിക് സ്ട്രക്ചർ. അതിൽ സബ് എനർജി ലെവലിനെ പറ്റി പറഞ്ഞിരുന്നില്ല. ഇനി സബ് എനർജി വേറൊരു കാര്യമുണ്ട്. എസ്-ൽ 2, പി-ൽ 6, ഡി-ൽ 10, എഫ്-ൽ 14. മാഷ് നേരത്തെ പറഞ്ഞു എപ്പോഴും എന്തുകൊണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ഇതിനൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരമുണ്ട്. ആ ഉത്തരം നമ്മൾ 10ൽ പഠിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എസ്-ന് 2 എന്ന് പറയാനുള്ള കാരണമുണ്ട്. പി-ൽ 6 എന്നും ഡി-ൽ 10 എന്നും എഫ്-ൽ 14 എന്നൊക്കെ പറയാനുള്ള കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കെമിസ്ട്രിയുടെ എല്ലാ കെമിസ്ട്രിയും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ലല്ലോ. അത് +1ലും +2ലും തുടർന്ന് ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ കാരണങ്ങളും അപ്പോൾ പഠിക്കും. കാരണമില്ലാതെ ഒരു കാര്യവും സയൻസിൽ നമ്മൾ പഠിപ്പിക്കില്ല, പഠിപ്പിക്കാൻ പാടില്ല. ഇനി അഥവാ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല? സയൻസ് ആവില്ല. അപ്പോൾ ഒന്നും കൂടിയും പറയാണ്, ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഊർജ നിലകളുണ്ട്, ഡിഫറൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഊർജ മേഖല, എനർജി ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഊർജമുള്ള മേഖലകളാണ്. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും അവയുടെ ഊർജം കൂടി വരും. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ അവസാനം ഒന്നാമത്തെ ഷെല്ലിനേക്കാൾ കൂടിയതാവും രണ്ടാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിന്റെ എനർജിയേക്കാൾ കൂടുതലാവും മൂന്നാമത്തെ ഷെല്ലിലെ. അതുകൊണ്ട് ഈ ഷെല്ലുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എനർജി ലെവൽസ്. കാരണം എന്താ? ഡിഫറെന്റ് എനർജി ലെവൽസ് ആണ്. അപ്പൊ നോക്കൂ, ഓരോ ഷെല്ലിലും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സബ് എനർജി, അതായത് ഒരു ഷെല്ല് തന്നെ, ഒരു മെയിൻ എനർജി ലെവൽ തന്നെ എല്ലായിടത്തും ഒരേ ഊർജ്ജമല്ല ഉള്ളത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഊർജ്ജമുള്ള ചില ചെറിയ ഡിഫറൻസ് ഉള്ള ഊർജ്ജമുള്ള ചില മേഖലകളുണ്ട്. അവയാണ് നമ്മൾ എന്ന് പറയുന്നത് സബ് ഷെൽ എന്ന് പറയുന്നത്. സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയുന്നത്? ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല് 1s, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല് 2s 2p, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല് 3s 3p 3d, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല് 4s 4p 4d 4f. പിന്നെയോ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്നുള്ളതും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാ നോക്കൂ. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണ്, പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണ്, ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണ്, എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോൺ. ഇതാണ് കെമിസ്ട്രിയുടെ ആദ്യത്തെ ഭാഗം. ഇനി നമുക്ക് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് വിതരണം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ഭാഗം നന്നായി നോക്കുക, പുസ്തകവും നന്നായി വായിക്കുക.